ഹായ് ഓൾ, വെൽക്കം ടു അമീക്ക എഡ് ഹബ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലേ ചില പദ്ധതികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിൽ. ഏതാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്? പ്രധാനമന്ത്രി ജൻധൻ യോജന. യോജനകളെ പറ്റി ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, PMJDY അല്ലെ, പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് ഓർത്ത് നോക്കുക. നോക്കാം കേട്ടോ. PMJDY നോക്കി, ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പറയാം. PMJDY വാസ് ലോഞ്ച്ഡ് ബൈ നരേന്ദ്രമോദി ഓൺ 28 ഓഗസ്റ്റ് 2014. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2014 ആഗസ്റ്റ് 28-നാണ് PMJDY എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത് അല്ലേ. എന്താണ് ഇതെന്ന് പറയുക? ഇറ്റ്സ് എ നാഷണൽ മിഷൻ ആണ് അല്ലേ. ഇറ്റ്സ് എ നാഷണൽ മിഷൻ എന്തിനു വേണ്ടി? ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എല്ലായിടത്തും ബാങ്കിങ് സർവീസ് എത്തിക്കുക, എല്ലാ സ്ഥലങ്ങളിലും അല്ലെ, എല്ലാ ഏരിയസിലും എന്താണ് ബാങ്കിങ് സേവനങ്ങൾ നമ്മൾ എത്തിക്കുക. അതാണ് അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ അർത്ഥം അല്ലെ, എല്ലാവർക്കും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നൊരു പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇറ്റ്സ് എ നാഷണൽ മിഷൻ ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്തിനു വേണ്ടി? ടു എൻഷുർ ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസസ്, namely banking or saving and deposit accounts, remittance, credit, insurance, pension in an affordable manner. അപ്പോൾ എല്ലാവർക്കും എന്താണ് ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കുന്നത്. അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അപ്പോൾ അതിൻ്റെ പദ്ധതി പ്രകാരമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മിഷനാണ് PMJDY, പ്രധാനമന്ത്രി ജൻധൻ യോജന. ഒരുപാട് പേർക്ക് ഈ അക്കൗണ്ട് കാണാം അല്ലെ, PMJDY അക്കൗണ്ടുകൾ കാണാം. ഒരുപാട് ബെനിഫിറ്റുകളുള്ള ഒരു അക്കൗണ്ട് ആണെന്ന് ഓർത്ത് നോക്കുക. അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺ ഇൻ എനി ബാങ്ക് ബ്രാഞ്ച് ഓർ ബിസിനസ് കറസ്പോണ്ടന്റ് അല്ലേ, ബാങ്കിങ് ഔട്ട്ലെറ്റിൽ നിന്ന്. അതായത് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം അല്ല. അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺ ഇൻ എനി ബാങ്ക് ബ്രാഞ്ച് ഓർ ബിസിനസ് കറസ്പോണ്ടന്റ്. ഓക്കെ, PMJDY അക്കൗണ്ട്സ് ആർ ബീങ് ഓപ്പൺ വിത്ത് സീറോ ബാലൻസ്. പ്രശ്നമില്ല, എന്താണ് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. ഓക്കെ, PMJDY അക്കൗണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഇനി ഞാൻ നിങ്ങളിലേക്ക് ഒരു സന്തോഷ വാർത്ത എത്തിക്കാനാണ്. നമ്മുടെ അമീക്ക എഡ് ഹബ് നമ്മൾ ഒരുപാട് എന്താ പറയുക, നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഒരുപാട് വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ എന്താണ് എല്ലാ എക്സാമുകൾക്കും, സഹകരണ മേഖലയിലെ ഏതൊരു എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും സ്റ്റഡി നോട്ട്സുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പാണ് നമ്മുടെ അമീക്ക എഡ് ഹബ് എന്ന് പറയുക. ഓക്കെ, നമ്മുടെ ചോദ്യം പോലെ തന്നെ സഹകരണ മേഖലയിലെ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? ഓക്കെ, നമ്മളെല്ലാത്തിനും CSCBക്ക് ആയിക്കോട്ടെ, JCI, കേരള ബാങ്ക്, എല്ലാത്തിനും കൂടെ ഒറ്റ ആപ്പ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതായത് വെറും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 999 രൂപ മാത്രമേ ഉള്ളൂ ഒരു വർഷത്തേക്ക് കേട്ടോ. ഒരു വർഷത്തേക്ക് നിങ്ങൾ തന്നെ ഞെട്ടിക്കാണും, 999 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. അതാണ് നമ്മുടെ പ്രത്യേകത. 999 രൂപയ്ക്ക് അമീക്ക എഡ് ഹബിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കും. ഓക്കെ, കാരണം എല്ലാ കാര്യങ്ങളും, എല്ലാ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, GK, ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ IT, എല്ലാത്തിനും. അതായത് നിങ്ങൾ സഹകരണ മേഖലയിലെ ലക്ഷ്യം വെക്കുന്ന ആളാണോ, അവിടെയുള്ള ജോലി ലക്ഷ്യം വെക്കുന്ന ആൾക്ക് ഏതെങ്കിലും ആയിക്കോട്ടെ, CSCBയുടെ എക്സാം ആയിക്കോട്ടെ, JCI ആയിക്കോട്ടെ, കേരള ബാങ്ക് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒറ്റ എന്താ പറയുക, എല്ലാ പരീക്ഷയ്ക്കും കൂടെ ഒറ്റ ആപ്പ് എന്ന് പറയാം. ഓക്കെ, പ്രത്യേകത എന്താണ്? എല്ലാത്തിനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്, നിങ്ങൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷന് വേണ്ടി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. ചുമ്മാ അങ്ങ് പഠിപ്പിക്കുകയല്ല, സിലബസ് ബേസിൽ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ എക്സാംസിനും കൂടെ ഒറ്റ ആപ്പ്. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെന്താണ് PYQs കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് വർഷങ്ങളായിട്ട് നടക്കുന്ന CSCBയിലായിക്കോട്ടെ, നമ്മുടെ കേരള PSC കോർപ്പറേഷനോട് ബന്ധപ്പെട്ട പരീക്ഷകളായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം, അതായത് എത്ര എക്സാമുകൾ നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം എന്താണ് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫയലിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ആപ്പിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുകയാണെന്ന് ആപ്പോട്ടൊന്ന് പരിചയപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഇത്രത്തോളം നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ആപ്പ് വളരെ വിരളമാണ്. വെറും 999 രൂപ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗെയിം സോണുകളുണ്ട് കേട്ടോ. നമ്മുടെ ആപ്പ് നോക്കുക, നമ്മുടെ ആപ്പിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നതാണ്. പിന്നെ ഇത് പറഞ്ഞ് നമുക്ക് ആമി എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഉണ്ട് കേട്ടോ. നമ്മുടെ സംശയങ്ങൾ ആമിയോട് ചോദിച്ചാൽ സംശയങ്ങൾ ഓൺ സ്പോട്ടിൽ ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും ഫെസിലിറ്റീസ് എല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വെറും 999 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് വെറും 999 രൂപയ്ക്കാണ് നമ്മൾ നമ്മുടെ ആപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ 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 നമുക്കൊരു PMJDYയുടെ ബെനിഫിറ്റ്സ് നോക്കിയാലോ. 1 ബേസിക് സേവിംഗ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ അൺബാങ്ക്ഡ് പേഴ്സൺ അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത അൺബാങ്ക്ഡ് പേഴ്സൺസിന് വേണ്ടി 1 ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. എല്ലാവർക്കും അക്കൗണ്ട് വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. പിന്നെ പറയണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? there is no requirement to maintain any minimum balance. PMJDY അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വേണ്ട. ഓക്കെ,
പിന്നെ പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് ഏൺഡ് ഓൺ ദ ഡെപ്പോസിറ്റ് ഇൻ PMJDY അക്കൗണ്ട് കേട്ടോ. എന്താണ് ഇൻട്രസ്റ്റ്? നമ്മൾ ആ PMJDY അക്കൗണ്ടിൽ ഇടുന്ന ഡെപ്പോസിറ്റുകൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എന്താണ് റൂപേ ഡെബിറ്റ് കാർഡാണ് നമ്മൾ PMJDY അക്കൗണ്ട് ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് റൂപേ അല്ലേ? റൂപേ ഡെബിറ്റ് കാർഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പറയുന്നുണ്ട് ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ ഓഫ് ₹1 lakh. ഓക്കെ, അതായത് നമ്മൾ ആക്സിഡന്റ് ഇൻഷുറൻസ് നമുക്ക് എന്താണ് 1 ലക്ഷം വരെ കിട്ടുന്നുണ്ട് കേട്ടോ. ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ ഓഫ് ₹1 lakh എൻഹാൻസ് ടു 2 lakh ടു ന്യൂ PMJDY ഓപ്പൺ ആഫ്റ്റർ 2018. അപ്പോൾ 2018, 28/8/2018 ശേഷമുള്ളതിനുള്ള ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ആദ്യം 1 ലക്ഷമായിരുന്നു. ഇപ്പോൾ എത്രയാണ്? അത് 2 ലക്ഷം ആക്കിയിട്ടുണ്ട്. ഈസ് അവൈലബിൾ വിത്ത് റൂപേ കാർഡ് ഇഷ്യൂഡ് ടു ദ PMJDY അക്കൗണ്ട് ഹോൾഡർ. പിന്നെ പറയുന്നുണ്ട് ആൻ OD ഫെസിലിറ്റി ഈസ് അപ് ടു 10,000 ടു എലിജിബിൾ അക്കൗണ്ട് ഹോൾഡർ ഈസ് അവൈലബിൾ. അതായത് എലിജിബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന് എന്താണ് അവിടെ ഒരു OD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എത്ര വരെയാണ്? 10,000 രൂപ വരെ ഒരു OD അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് പോകുന്നത്. പിന്നെ പറയുന്നത് PMJDY അക്കൗണ്ട്സ് ആർ എലിജിബിൾ ഫോർ എന്താണ് ഡയറക്റ്റ് DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി, ബാങ്ക്, മുദ്ര ബാങ്ക്. ഈ കാര്യങ്ങളെല്ലാം എന്താണ് PMJDY അക്കൗണ്ടിൽ അവൈലബിൾ ആണ് നോക്കുക. ഇതിനെപ്പറ്റി വിശദമായിട്ട് ക്ലാസ് തരും കേട്ടോ. ഇതിനെപ്പറ്റി ഓരോന്ന് എന്തൊക്കെയാണെന്ന് വിശദമായിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് നോക്കുക, പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടിൻ്റെ കാര്യം വളരെ വിശദമൊന്നും മനസ്സിലാക്കി പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.